I think that is Jitu sir's and Shahi Kabir sir's brilliance. Shahi Kabir sir അത് എഴുതിയതും ഇൻഫാക്ട് ആ നോട്ട് പുറകിലല്ല സൈഡിൽ വരുന്നത് ഞങ്ങള് പറയുന്നുണ്ട്. ഞങ്ങള് പറയുന്നത് കാണുന്നില്ല, പക്ഷെ സർ ഇങ്ങോട്ട് നോക്കിയിട്ട് അത് മാറ്റുന്നത് കാണുന്നുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾക്ക് പാൻ ചെയ്യുന്നത്. അപ്പൊ തന്നെ അറിയാം ദാറ്റ് വി വാണ്ട് ഹിം ടു സഫർ, വി വാണ്ട് ഹിം. കുറെയൊക്കെ അവിടെ തന്നെ ഒരു സീനിൽ തന്നെ കുറെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. നമ്മൾ റിവെഞ്ച് എടുക്കാൻ വന്നേക്കുന്നതാണ്. ഓൾ ഓഫ് ദീസ് തിങ്സ് ആർ ബീങ് എസ്റ്റാബ്ലിഷ് ടു സം ഡിഗ്രി ദർ. പിന്നെ ഐ തിങ്ക് ജിത്തു സർ ഇസ് എ ബ്രില്യൻറ്റ് ആക്ടർ. ആ ഒരു ഷോട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആൻഡ് ദ പ്രിപ്പറേഷൻ, അത് ഷൂട്ട് ചെയ്യാൻ മുന്നേ ഐ തിങ്ക് ഹി ടുക്ക് ലൈക്ക് ഹാഫ് ആൻ അവർ 45 minutes ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്പേസ്. അത് ഒറ്റ ഷോട്ടിൽ കിട്ടണമല്ലോ. ആളത് എഴുതുന്നു, എണ്ണിച്ചു വരുന്നു, അത് പിടച്ച് മരിക്കുന്നു, അത് ഹാർനസ് കെട്ടിയിട്ട് ഓൾ ഓഫ് ഇറ്റ് അതെങ്ങനെ നമ്മളെ പാൻ ചെയ്യുന്നു. All of this has to happen in one go, and he's done a brilliant job. I feel like that really set the tone for the film. I feel like chalpo film wouldn't have been. I think that's a very key scene in the film. Yeah, actually അത് ഒരു ഇൻട്രൊഡക്ഷൻ സീനും കൂടിയാണ്. ഫുൾ ഫിലിമിന്റെ ഇമ്പാക്ട് അത് എനിക്ക് തോന്നുന്നു ആദ്യം ആ സീൻ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് അവർ ആ സീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഈ സീൻ പറയുമ്പോൾ തന്നെ ആസ് എ വില്ലൻസ് നമ്മൾ എത്രത്തോളം ക്രൂവലാണ്. നമ്മളുടെ ആ ഒരു വെറുതെ ഉള്ളൊരു ഇരിപ്പാണ് അവിടെ. ശരിക്കും ആ ഇരിപ്പ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആസ്വദിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് പെടഞ്ഞു മരിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു യെസ്, ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് ലെവൽ. അപ്പം ഇതിനപ്പുറത്തേക്കായിരിക്കണം നമ്മൾ ഇനി ചെയ്യാൻ പോകേണ്ടത് തുടർന്നുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഐശ്വര്യ പറഞ്ഞാല് ആ സീൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് നമ്മൾ കൺസീവ് ചെയ്തത് നമ്മളെ റിവീൽ ചെയ്യാതെ ആ സീൻ എടുക്കുകയായിരുന്നു. ബാക്ക് ഷോട്ടില് 5 പേരുണ്ടാവുമെന്നുള്ളത്. ഇതിലാണെങ്കിലും ഫുള്ള് കാണുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് റിവീൽ അറിയാം നമ്മൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിന്റെ. അതുകൊണ്ടായിരിക്കും മറ്റേ തോമസ് സീനില് ആ ഫസ്റ്റ് സീനില് നിങ്ങളുടെ ഫേസ് കണ്ടത് കൊണ്ടാണ് കുറച്ചും കൂടി കാരണം നമുക്കറിയാലോ ഇവർ എന്തൊക്കെയായിരിക്കും. നമുക്കിങ്ങനെ ഒരു ഫസ്റ്റ് ഡേ കാണുമ്പോ ഒരു പേടി, ഒരു ഈറി ഫീലിംഗ് ഇങ്ങനെ കയറി വരും. ഇതേ ഡിസ്കഷൻ പോയിന്റ്സിലൂടെ സംസാരിച്ചിട്ടാണ് ഫൈനലി അവർ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോൾ നമ്മളോട് അതാണ് പറഞ്ഞത്, ഫസ്റ്റ് സീനിലെ ബേസിക്കലി റിവീലിംഗ് ആണ്, ഇതാണ് വില്ലൻ. അപ്പൊ നിങ്ങളുടെ ആ എന്താ പറയാ വില്ലത്തരത്തിന് നമ്മളതിൽ ബേസിക്കലി ഒന്നും ചെയ്യുന്നില്ല, മറ്റേ ആക്ഷൻസ് ഒന്നുമില്ല. അത് ആ സീൻ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത്രയൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോ വെറുതെ വന്ന് കൊന്നിട്ട് പോവല്ല, എൻജോയ് ചെയ്യാണ്. എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും ക്രൂവലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അത്രയും സന്തോഷത്തോടെ അത്രയും നോക്കിയിരുന്ന് അയാളെ മാക്സിമം അത്രത്തോളം സഫർ ചെയ്യിപ്പിക്കാമോ അത് ചെയ്യാന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ആ ഒരു സീൻ ഹോൾ മൂവിക്ക് ഒരു ഭയങ്കര ചെറി ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു.